ഇതിൻ്റെ പേര് എല്ലാവർക്കും നമ്മുടെ ലെസ് പ്ലേ സീരീസ് കഴിഞ്ഞ് മൈൻക്രാഫ്റ്റ് സീരീസ് വേൾഡ് ടൂറിൻ്റെ വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ മൊബൈൽ ഫോണിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത വേൾഡാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത വേൾഡ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ലെസ് പ്ലേ വേൾഡിൻ്റെ ഒരു ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഞാൻ സ്പോൺ ചെയ്ത ആ ഭാഗത്ത് സ്പോൺ ചെയ്ത് നേരെ വന്ന ഒരു ഐലൻഡ്. ഇവിടെ ഈ ബേസ് ഉണ്ടാക്കി, ഇതുണ്ടാക്കി, എൻ്റെ ഒരു ചുറ്റും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരങ്ങൾ വെട്ടി വേൾഡ് മൊത്തം ഫ്ലാറ്റ് ആക്കിയിട്ട് വില്ലേജ് പണിത് ഇവിടെ ഷുഗർ കിൻ ഫാം ഉണ്ടാക്കി, ഇവിടെ മറ്റേ നെതർ പോർട്ടലിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി മൊത്തത്തിൽ സെറ്റായി വെച്ചേക്കായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വേൾഡ് എനിക്ക് ആ ഐലൻഡിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നത്. അങ്ങനെ നേരെ ഇങ്ങോട്ടൊരു പാലം ഉണ്ടാക്കിയിട്ട് ഇവിടെ ചെറിയ ഐലൻഡ് സെറ്റാക്കി. ഇവിടെ എൻ്റെ കുതിരകളും സാമാനം എല്ലാം ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇവിടെ ഒരുപാട് ചെസ്റ്റൊക്കെ ഉണ്ട്. അന്ന് ഞാൻ അധികം പ്രോ അല്ലായിരുന്നു മൈൻക്രാഫ്റ്റിൽ. ഒരുപാട് വർഷങ്ങളായി ഈ വേൾഡ് ഇങ്ങനെ തന്നെ നടക്കണം. ഇതെൻ്റെ പേരറ്റാണോ? മീനിക്കുടിനെ പോലെ ഉണ്ടല്ലോ. പേരറ്റോടെ എവിടെ കാണുന്നില്ല. അതെൻ്റെ പെറ്റിലാണ് തോന്നുന്നുണ്ട്. മീനിക്കുട്ടിനെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെസ് പ്ലേ സീരീസിൻ്റെ ആദ്യത്തെ വേൾഡ് ടൂറ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വേൾഡ്. ഇത് ഫുൾ സർവൈവൽ ഉണ്ടാക്കിയ വേൾഡാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വേൾഡാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വേൾഡാണ്. ഇതിൻ്റെ അപ്പുറത്തങ്ങാണ്ട് എൻ്റെ വീട് ഇവിടെ ഉണ്ട്. അതെ, അപ്പുറത്തങ്ങനെ എൻ്റെ വീടുണ്ട്. ഇതെൻ്റെ സീക്രട്ട് ബേസ്. ഇത് അത്ര അടിപൊളി വലിയ വീടെന്നല്ലെങ്കിലും ഞാൻ സർവൈവൽ ഉണ്ടാക്കിയവരാണ്. ഇതിൻ്റെ ഒരു മൈനിങ് ഏരിയ ഉണ്ട്. ഭയങ്കര അധികം നൊസ്റ്റാൾജിയ എന്നൊരു വേൾഡാണ് ഈ വേൾഡ്. വീടിന് വേണ്ടിയൊക്കെ സെറ്റായിട്ടില്ല. കുറച്ച് ദിവസം മാത്രമേ ഈ വേൾഡ് ഞാൻ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വേൾഡിലോട്ട് പോവാം. സോംബിയൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഞാനും എൻ്റെ കൂട്ടുകാരും തമ്മിൽ, ഞാനും എൻ്റെ കൂട്ടുകാരും കളിച്ചുണ്ടാക്കിയ വേൾഡാണ്. പക്ഷേ ഈ വേൾഡ് ഞാൻ ഫസ്റ്റിനെ ക്രിയേറ്റീവ് ആയി. അതെൻ്റെ വേറെ കൂട്ടുകാരൻ ചീറ്റിങ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചീറ്റിങ് ചെയ്തതാണ്. ഇതാണ് അവൻ്റെ വീട്. ഈ വീട് മൊത്തം ഉണ്ടാക്കിയ സർവൈവലിയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട് ഈ കാണുന്നത്. ഇങ്ങോട്ട് ഇവിടെ പാലുണ്ട്. അടിപൊളി. ഈ പാലുണ്ട്. കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വീട്. അടിപൊളി വീട്, കുഴപ്പമില്ലാത്ത വീടാണ്. ഇത് മൊത്തം ഉണ്ടാക്കിയ സർവൈവലിയാണ്. അടിപൊളിയാണ് വീട്. ഈ വേൾഡും ഏതാണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അധികം കളിച്ചൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കേവൊക്കെ ഉണ്ട് അടിയിലോട്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ അടിച്ചു പൊളിച്ച് കളിച്ചിട്ടുണ്ടാക്കിയ വേൾഡാണ്. പക്ഷേ ഇനി ഈ വേൾഡ് കളിക്കാൻ വേണ്ടതൊന്നുമില്ല. ഈ വേൾഡിനാണ് എല്ലാ വേൾഡിനും ഡിലീറ്റ് ചെയ്യും. ചിലപ്പോൾ എല്ലാ വേൾഡെന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ഡിലീറ്റ് ചെയ്യും. കുറച്ച് വേൾഡൊക്കെ ഞാൻ ഡിലീറ്റ് കളയും. അടുത്ത വേൾഡിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലെസ് പ്ലേ വേൾഡ്. ഇത് ഞാനിന്ന് കളിച്ചപ്പോൾ എൻ്റെ വീട് എൻ്റെ കൂട്ടുകാരൻ പൊട്ടിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കാണാണ്ട് പണിതെടുത്ത വീടാണ്. ഇതാണ് നമ്മുടെ ലെസ് പ്ലേ വേൾഡ്. ഇവിടെ ഞാൻ വില്ലേജ് ഉണ്ടാക്കി. ചുറ്റും എല്ലായിടത്തുള്ള മരങ്ങളുടെ ഐലൻഡ്, മറ്റേ ഒരു സാപ്ലിംഗ് ഒഴികെ. ഇവിടെ മോഫാം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ടൗൺ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വില്ലേജ് ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റാച്ചു ഉണ്ട്. വിതറിനെ കൊന്ന സ്ഥലമുണ്ട്. പിക്കാക്സിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ വാച്ച് ടവർ ഉണ്ട്. നെതർ പോർട്ടലുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബിൽഡുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെ ഫൈറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ പാർക്കോർ ഏരിയ ഉണ്ട്. ഇവിടെ എൻ്റെ പോർട്ടൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. മൊത്തത്തിൽ ഞങ്ങൾ അടിപൊളിയാക്കി സെറ്റ് എത്തിച്ചേക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇതാണ് എൻ്റെ സുദ്ധി അണ്ണൻ എന്ന യൂട്യൂബറിൻ്റെ ഫേസ്. ഓക്കെ, അങ്ങനെ നമ്മളാണെങ്കിൽ അത്ര സെറ്റ് ചെയ്ത്. ഇത് മീനിക്കുട്ടിയുടെ സ്റ്റാച്ചു ഓഫ് മീനിക്കുട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലെസ് പ്ലേ വേൾഡ്, ഇപ്പോഴത്തെ ലെസ് പ്ലേ വേൾഡ്. ഇത് നമ്മളിനി കളിച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഇന്നത്തെ വേൾഡ് ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വേൾഡ് ടൂറ് കാണാൻ പറ്റുമെങ്കിൽ കാണാം. ടാറ്റ ബൈ ബൈ.